ഹലോ. ഓണവിശേഷങ്ങളൊക്കെ ഇന്നത്തോടു കൂടി തീരണ്ട ഗൈസ്. അപ്പം ഇന്ന് രാവിലെ പഴം പുഴുങ്ങിയതും ചായയും പിന്നെ പുട്ടുമായിരുന്നു കേട്ടോ. അപ്പോൾ പുട്ടും പഴം പുഴുങ്ങിയതും പപ്പടം ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ടല്ലോ. പിള്ളേഴ്സിൽ അമലും ആരാധ്യയും ചേച്ചിയുടെ വീട്ടിൽ പോയി എടുക്കുക. പുലിക്കളിക്ക് പോകണ കാരണം എന്തായാലും സ്കൂളിൽ പോകാൻ പറ്റില്ല. അമലിന് പിന്നെ ഉച്ചവരെ ഉള്ളോ. അപ്പോൾ പിള്ളേഴ്സൊക്കെ ചേച്ചിയുടെ വീട്ടിലാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു പുട്ട് മതി ഇന്ന്. പുട്ടും ഇതും പഴൂട്ട. അങ്ങനെ ദേ ചോറിനൊക്കെ അരിയിൽ നല്ല തിളച്ച വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. കട്ടൻ ചായ ഉണ്ടാക്കി വെച്ചിട്ട് പുട്ടുണ്ടെങ്കിൽ കട്ടൻ ചായ മസ്റ്റാണ്. പിന്നെ പപ്പടം വേണം. പപ്പടം ഇല്ലാണ്ട് ആദ്യമോ ഇവിടെ പുട്ട് കഴിക്കില്ല കേട്ടോ. ഇതേ ഓണത്തിന് ആ അമ്മൽമോന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓണക്കളിയിൽ ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്താ കസാരക്കളിക്ക്. അങ്ങനെ ദേ ഞങ്ങളെല്ലാവരും പുട്ടൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അമ്മ ഞങ്ങൾക്കൊക്കെ സെർവ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ടിട്ട് ഞങ്ങൾ ഇവിടെ സോഫയമ്മ വന്നിരുന്നിട്ടാണ് കഴിക്കണേ. അപ്പോൾ ടി വി കണ്ടിട്ട് കഴിക്കാമല്ലോ. എല്ലാവർക്കും സോഫയമ്മ ഇരുന്ന് കഴിക്കാനാണ് ഗൈസ് ഇഷ്ടം. പ്രേക്ഷേട്ടൻ പറയും സോഫ നശിപ്പിക്കും നിങ്ങളെന്ന് പറയും. എന്നാലും ഞങ്ങൾ സോഫയമ്മനെ വന്നിരിക്കട്ടെ. അപ്പോൾ ആദ്യമോ അവരൊന്നും ഇല്ലാത്ത കാരണം അങ്ങനെ ദേ ഞാൻ പുട്ടും പഴവും പപ്പടും ഒക്കെ കൂട്ടി ഇത് കുഴച്ച് കഴിക്കുക. അപ്പോഴേക്കും മീനൊക്കെ വന്നു. മീൻ വാങ്ങിച്ചിട്ടുണ്ട്. മാന്തളും അയിലായിരുന്നു കേട്ടോ വാങ്ങിച്ചത്. അയില 2 മാന്തളാണ് കൂടുതൽ. 1 കിലോ മാന്തൾ വാങ്ങിച്ചിട്ട്. അപ്പോൾ ഇരുമ്പാമ്പുളിട്ട് വെക്കാനാണ് ഇന്ന് പരിപാടി. അപ്പോൾ തേങ്ങയൊക്കെ ഞാൻ അതിലേക്ക് സെറ്റാക്കാം. മീൻ വയ്ക്കുക അമ്മയാണ്. അപ്പോൾ തേങ്ങയൊക്കെ ഞാൻ അരച്ച് വെച്ച് അത് കഴിഞ്ഞ് ഞങ്ങൾ ഇരുമ്പാമ്പുളീൻ്റെ മരത്തും ഇരുമ്പാമ്പുളി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആദിക്കുട്ടനോട് പറയേണ്ട വശം ആദിക്കുട്ട ഓടിട്ട ഗൈസ്. ആദിക്ക് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്. ബാക്കി 2 അങ്ങനത്തേലൊന്നും വലിയ താല്പര്യമില്ല. അപ്പോൾ ആദ്യമോ ചെന്നുടനെ അവനെത്തണം ഉടന്ന് പൊട്ടിക്കട്ടെ. അധികം ഇല്ല ഉണ്ടായി വരണുള്ളത്. പൂക്കളൊക്കെ സെറ്റായിട്ടുണ്ട്. പക്ഷേ ഉണ്ടായി വരണുള്ളൂ. അവിടെ ഇവിടെയൊക്കെ വലുതുണ്ട്. നല്ലോണം വലുതായ കൂട്ടാനിലിട്ട് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ എത്തണതൊക്കെ അതേ കൈ എത്തിച്ച് പൊട്ടിച്ചു. അപ്പോൾ പിന്നെ എത്തണില്ല. അപ്പോൾ അമ്മലിനോട് ആദ്യക്കുട്ടനോട് പറഞ്ഞു അപ്പുറത്തൊരു കമ്പ് എടുക്കുന്നുണ്ട്, നീ അതെടുത്തിട്ട് വേഗം ഓടി വായൊന്നു. അപ്പോഴേക്കും അവൻ അതെടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് അതേ കണ്ട പൂക്കളൊക്കെ ഇങ്ങനെ സെറ്റായിട്ട് വരുന്നുണ്ട്. പക്ഷേ ആ പൂവൊക്കെ ഇനി ആയിട്ട് വരണം. ആയി വന്ന് നമുക്കൊരു മീഡിയം വലിപ്പത്തിലുള്ള ഇരുമ്പാമ്പുളിങ്ങ ആണെങ്കിലാണ് നമുക്ക് ടേസ്റ്റ് ഉണ്ടാവുക. നല്ലോണം അങ്ങനെ അമ്പളങ്ങ പോയ രസമല്ല. അപ്പോൾ ഞാൻ മുകളിലൊക്കെ ഇത് ആ കമ്പൗണ്ട് തട്ടിയിട്ട് പൊട്ടിച്ചിട്ടതൊക്കെ ആദ്യമോ ഡ്രസ്സിലൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് അങ്ങനെ തന്നെ അവൻ കൊടുന്നിട്ട് ഉമ്മർത്ത് കൊടുന്ന് വെച്ച് എന്നിട്ട് അവൻ പ്ലേറ്റ് എടുക്കുക ഓടി. അപ്പോൾ ഞാൻ പറഞ്ഞു അടുക്കളയിൽ പോയിട്ട് നേരെ കൊണ്ടുപോയി അടുക്കളയിൽ ഇടണ്ടല്ലോ, അത് വേണ്ട അച്ചമ്മയ്ക്ക് കൊണ്ടു കൊടുക്കാനുള്ളതാണ് എനിക്ക് എന്ന് പറഞ്ഞിട്ട് അച്ചമ്മയോട് മീൻകറി വയ്ക്കാൻ അച്ചമ്മയിൽ ഞാൻ കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പരാൾ പ്ലേറ്റിലൊക്കെ ആക്കിയിട്ട് അച്ചമ്മേരെ അടുത്ത് കേട്ടോ. അച്ചമ്മ അതൊക്കെ കൂട്ടാൻ പണിക്ക് വേണ്ടിയിട്ട് ഉള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ തക്കാളി സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുക. അപ്പോഴേക്കും ആദ്യക്കിട്ടെ ഞാൻ പൊട്ടിച്ചതാന്ന് പറഞ്ഞിട്ട് കൊണ്ടു കൊടുത്തു കേട്ടോ. അങ്ങനെ ഇതേ കറിയിലേക്ക് തക്കാളി എന്നിട്ട് ആദ്യം അമ്മ ഇടുന്നത്. തക്കാളി പച്ചമുളകും ഇങ്ങനെ ഇതുപോലെ നടു കീറിയിട്ടുണ്ട് പച്ചമുളക് ഇടുക. അപ്പോൾ അതും പിന്നെ ഇഞ്ചി ഒരു കഷ്ണം വേണമെങ്കിൽ ചതച്ചിടുക, അല്ലെങ്കിൽ നമ്മളിങ്ങനെ അരിഞ്ഞിടാം കേട്ടോ. ഇതെല്ലാം ഈ 3 ഐറ്റംസും പിന്നെ നമ്മൾ തേങ്ങാപ്പാൽ അരമുറി തേങ്ങ നമ്മൾ സെറ്റാക്കി വെക്കണം കേട്ടോ. പിന്നെ കല്ലുപ്പ് അമ്മ ഇപ്പോൾ ഏത് കറി വയ്ക്കുമ്പോഴും കല്ലുപ്പാട് കേട്ടോ. അമ്മയ്ക്ക് അറിയാം കൈസ്, എനിക്കൊന്നും അതിൻ്റെ കണക്കറിയില്ല. അങ്ങനെ ദേ പൊടിപ്പണം നമ്മൾ യൂസ് ചെയ്യേ. അങ്ങനെ ദേ 2.5 ടീസ്പൂൺ മുളകും പൊടി ഇട്ടു. തക്കാളി പച്ചമുളക് ഇഞ്ചി പിന്നെ 2.5 ടീസ്പൂൺ മുളകും പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരമുറി തേങ്ങ ഇങ്ങനെ നന്നായി അരച്ചെടുത്തത് അതിലേക്ക് ഒഴിച്ചു വിട്ടു. പിന്നെ ആ തേങ്ങയിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് അതും കൂടി നമ്മൾ ഇതിലേക്ക് തന്നെ ഒഴിക്കിട്ട് കണ്ടോ. ഈ ചട്ടിയിലെ ഇത്രയൊക്കെ വെള്ളത്തിൽ അതിങ്ങനെ സെറ്റാക്കുക കേട്ടോ. നല്ല എളുപ്പമാട്ടോ നമുക്ക് തൃശ്ശൂർ മീൻ കറി വയ്ക്കാൻ. നല്ല ടേസ്റ്റും സിമ്പിളാണ് ഗൈസ്. അപ്പോൾ ഇത് അതിന് ശേഷം നമ്മളിങ്ങനെ കുഴയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ചതക്കി ചെറുതായിട്ടൊന്ന് ആ തക്കാളിയൊക്കെ ഒന്ന് ചതക്കിയത് ഇരുമ്പാമ്പുളിങ്ങൊക്കെ ഇതേ അമ്മ അരിഞ്ഞ് അതിലേക്ക് ഇടട്ടെ. 4ആയിട്ട് കീറിയിടുക അല്ലെങ്കിൽ 2ആയിട്ട് കീറിയിടുക. എനിക്കിഷ്ടം കൂടുതലും ചെറുതാക്കി ഇടണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ഞാൻ അരിഞ്ഞ് തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അത് അരിയാൻ കേട്ടോ. അത് 4ആക്കി അരിയണേ. അമ്മയാകുമ്പോൾ 2ആയിട്ടാണ് അരിയുക. അപ്പോൾ ഞാൻ 4ആക്കിയിട്ട് അതങ്ങനെ അരിയണ്ട. അങ്ങനെ ആ സംഭവങ്ങളൊക്കെ മീൻ കറിയിലേക്ക് ഇട്ട് ഗ്യാസുമ്മയ്ക്ക് വെക്കുക കേട്ടോ. അപ്പോൾ ഇപ്പം മീൻ ഇട്ടിട്ടില്ല കേട്ടോ ഗൈസ്. മീൻ രണ്ട് ഇതായിട്ട് വെച്ചെടുക്കുക. അതായത് വറക്കാനും വയ്ക്കാനുള്ളത് 2 പ്ലേറ്റിലാക്കിയിട്ട് മാറ്റി വെച്ചെടുക്കണം കേട്ടോ. ഇതൊന്ന് തിളച്ച ശേഷം മീൻ ഇട്ടില്ലെങ്കിൽ ആദ്യം തന്നെ നമ്മൾ മീൻ ഇട്ട് കഴിഞ്ഞാൽ മീൻ ചിലപ്പോൾ എല്ലാ മീനും എല്ലാ ദിവസവും മീൻ ഫ്രഷ് ആയിക്കൊള്ളണമെന്നൊന്നും ഇല്ലല്ലോ. അപ്പോൾ ചിലപ്പോൾ മീനൊക്കെ ഉടഞ്ഞു പോവും. അപ്പോൾ അങ്ങനെ അതൊക്കെ ഇതേ അമ്മയ്ക്ക് ഗ്യാസുമ്മ കയറ്റി വെച്ചിട്ടുണ്ട്. ആ തിളയ്ക്കണ നേരം ഞാൻ പുറത്ത് വന്ന് നോക്കിയപ്പോൾ നല്ല വെയിലാട്ടാ. 2 ഭാഗമാക്കിയിട്ട് വെച്ചിട്ടുണ്ടല്ലോ. ഒന്ന് വറക്കാനും ഒന്ന് ഈ മീൻ കറിയിലേക്ക് ഇടാനും കേട്ടോ. 2 അയിലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ തന്നെ വറുത്ത അമലിന് നല്ല ഇഷ്ടമാണ്. അമൽ ഇവിടെ ഇല്ല, ചേച്ചിയുടെ വീട്ടിലാണ്. അപ്പോൾ ഇന്ന് പുലിക്കളിക്കൊക്കെ പോകണമെന്ന് വിചാരിച്ചിരിക്കട്ടെ. ഇന്ന് തൃശ്ശൂർ പുലി ഇറങ്ങണം കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ പുറത്തൊക്കെ വന്ന് നോക്കി കേട്ടോ. ഓണത്തോടനുബന്ധിച്ച് പുറത്തേക്കൊന്നും വന്നിട്ടില്ലേ. അന്നത്തെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ അങ്ങനെ പുറത്തു നോക്കിയില്ല. അപ്പോൾ കുറച്ച് തുളസിയും ഇതുപോലെ മുളകൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെന്താ കഞ്ഞിക്കൂർക്ക മണി പ്ലാന്റ് അങ്ങനെ കുറച്ച്
കുറച്ചൊക്കെ ഫ്രണ്ടിലുണ്ട് കേട്ടോ, അധികം സ്ഥലമല്ലേ ഞങ്ങൾക്ക് ആ ഫ്രണ്ടിൽ ഭാഗത്ത്. പിന്നെ ഈ വണ്ടികളൊക്കെ ഇടണ്ടേ, അപ്പോൾ എന്ത് ഞാൻ ചട്ടിയിൽ എന്ത് പറഞ്ഞാലും പ്രേക്ഷേട്ടൻ ഓരോന്ന് പറയും. കാരണം വണ്ടി തിരിക്കുമ്പോൾ ഒക്കെ പോകുമ്പോൾ തട്ടി. അങ്ങനെ ദേ മീനൊക്കെ ദേ അതിലേക്ക് തിളച്ചപ്പോൾ ദേ ഈ മീൻ സെക്ഷനാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മീൻ കറിയിലേക്കുള്ള മീനൊക്കെ അതിലേക്ക് ഇടുക കേട്ടോ. അപ്പോൾ അതിലേക്കൊക്കെ ഇട്ട് നമ്മളൊന്ന് ഇളക്കി ഇട്ട് കൊടുത്ത് ഒരു 2-3 തള കളിച്ചാൽ അതാവൂട്ട. അങ്ങനെ ദേ അതൊക്കെ കഴിഞ്ഞിട്ട് മീൻ കറിയൊക്കെ ഉണ്ട്, മീൻ വറുത്തതും ഉണ്ട്, പിന്നെ ഉപ്പേരിക്കല്ലേ വേണ്ടോ. അപ്പോൾ ഉപ്പേരിക്കുള്ളതൊക്കെ ഞാൻ അരിഞ്ഞ് സെറ്റാക്കാം കേട്ടോ. അപ്പോഴേക്കും മീൻ വറക്കാനുള്ളത് മാറ്റി വെച്ചത് മീൻ വറക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ടിട്ടാണ് മീൻ വയ്ക്കുക. അങ്ങനെ ദേ കറി മീൻ ഇട്ടിട്ടും തിളച്ചു തുടങ്ങിയിട്ട് അങ്ങനെ ദേ മീനോളൊക്കെ ഇട്ട് അമലട്ടിന് വേണ്ടിയിട്ട് അയില ദേ ഇങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അയിലിങ്ങനെ അങ്ങനെ തന്നെ വറുത്ത് അവന് നല്ല ഇഷ്ടം. പക്ഷേ നൈറ്റ് ചേച്ചിയുടെ വീട്ടിലാണ് അവൻ. അപ്പോൾ അവരൊക്കെ എടുത്തിട്ട് വേണം ഞങ്ങൾക്ക് പുലിക്കളിക്ക് പോകാൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരുമ്പോഴേക്ക് രാത്രിയെ ചിലപ്പോഴാണ് കഴിക്കുള്ളൂ, പിറ്റേ ദിവസമായാലും കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അമ്മ അങ്ങനെ തന്നെ അരിയാണ്ട് ഇതാക്കിയിട്ടുള്ളൂ. അങ്ങനെ ദേ കാബേജ് ഉപ്പേരിക്കൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചു. കാബേജ് ഉപ്പേരി നല്ല എളുപ്പമാണ്. കുറച്ച് മഞ്ഞപ്പൊടിയും പിന്നെന്താ വേപ്പിലയും പച്ചമുളകും ഉപ്പും ഇട്ടിട്ട് നന്നായി തിരുമ്പുക, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് തിരുമ്പി വയ്ക്കുക. അതിന് ശേഷം നമ്മൾ കടുക് വറുത്തിട്ട് കടുക് പൊട്ടുമ്പോൾ അതിലേക്ക് ഇതിടുക, എന്നിട്ട് ഇതുപോലെ ഇടുക, അങ്ങനെ തന്നെ അത് മൂടി വയ്ക്കുക കേട്ടോ. മൂടി വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് കുറച്ചങ്ങോട്ട് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ മൂടി വെച്ച് കഴിഞ്ഞാൽ ഒരു കുറച്ച് നേരം ആകുമ്പോഴേക്കും അത് വേവും. അങ്ങനെ മീൻ വറുത്തതും ആയി സെറ്റായിട്ടുണ്ട്. ചോറ് നമ്മൾ വെച്ചിട്ട് ചോറും സെറ്റായിട്ടുണ്ട്. പിന്നെ ഓണത്തിൻ്റെ ബാക്കി ബാലൻസ് കുറേ ഉണ്ട്, ഇഞ്ചും പുളിയും കാളനും ഒക്കെ കേട്ടോ. മീൻകറിയൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ മീൻ വറുത്തതും സെറ്റായി. അതിന് ശേഷം ഞാൻ ഹോളിലേക്ക് വന്നേക്കിപ്പോൾ ആദ്യമോ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പോൾ ആദ്യമോ എന്തൊക്കെയോ വരച്ച് കുറിക്കുന്നുണ്ട് അവിടെ. അവന് ടി വി കണ്ടിട്ട് ബോറടിച്ചു എന്നും പറഞ്ഞിട്ട് എന്തൊക്കെയോ ഇരുന്ന് വരക്കിലും കളറടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവന് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനും ഒന്നും പറഞ്ഞില്ല, കാരണം ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ സൂപ്പറായിട്ടെന്ന് അവൻ എന്നെ പറഞ്ഞത് അമ്മയുടെ സാരിയുടെ ചേച്ചി കൊടുന്ന സാരിയുടെ ഉള്ളിലുണ്ടായിരുന്നൊരു ഇതാട്ടോ. അപ്പോൾ അതിലും ആൾ വരച്ച് അവന് വലുതൊക്കെ വരച്ച് വെച്ചിട്ട് അതും കളറിയുണ്ട്. അങ്ങനെ ഉച്ചയ്ക്ക് ഇതേ ചോറിനാനൊക്കെ എടുത്തു ഗൈസ്. ഓണത്തിൻ്റെ ആ സദ്യകളും നോൺ വെജൊക്കെ കഴിഞ്ഞ് നമ്മുടെ നാടൻ ഫുഡിലേക്ക് അങ്ങോട്ട് ഇറങ്ങി. അങ്ങനെ അപ്പോഴേക്കും ഒരു കൊറിയർ വന്നിട്ട്, കൊറിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഷോ എന്നുള്ളത്. അപ്പോൾ മീഷോ എന്ന് ആരാധ്യയുടെ ഒരു ഡ്രസ്സായിരുന്നു. അപ്പോൾ അത് ആദ്യമോന് പൊളിക്കണം എന്ന് പറഞ്ഞിട്ട് ആദ്യമോ അത് പൊളിക്കാൻ വേണ്ടിയിട്ട് എടുക്കട്ടെ. അപ്പോൾ ഞാൻ ശരി പൊളിച്ചോട്ടെ ഇന്ന്. അപ്പോൾ ആരാധ്യമോൾ ഇത് വന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആരാധ്യമോൾ പുലിക്കളിക്ക് പോകുമ്പോൾ ഇടാൻ ഇത് കൊണ്ടുപോകട്ടെ അമ്മയെന്ന് പറഞ്ഞിട്ടുണ്ട് പോന്നൂർക്ക്, അവളവിടെയല്ലേ. അപ്പോൾ ആദ്യമോ അതൊക്കെ ഇതാക്കുക കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചത് ലൂസാവുന്നു, പക്ഷേ ആരാധ്യമോൾക്ക് ഇട്ട് നോക്കിയപ്പോൾ ലൂസൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, നല്ല കറക്റ്റായിരുന്നു കണ്ടോ. നല്ല ഭംഗിയുണ്ട്. 100-160 രൂപയുള്ളൂ. അങ്ങനെ അമ്മയൊക്കെ ഭക്ഷണം കഴിച്ചു. അതിന് ശേഷം പ്രേക്ഷേട്ടനൊക്കെ വന്നു. അപ്പോൾ ചേച്ചി ഓണത്തിന് വരുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വറവ് ഐറ്റംസൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ അമ്മ ഉച്ച തിരിയണ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ അമ്മ അതൊക്കെ എടുത്തിട്ട് കാണിച്ചു തരുക, ഇതൊക്കെ കഴിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ മറ്റേ മിച്ചർ എനിക്ക് അത്ര അങ്ങോട്ട് ഇതായില്ല, മിച്ചർ ഉപ്പുള്ള പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ഐറ്റംസൊക്കെ പൊളിക്കട്ടെ. നമ്മളെ കൈ കൊണ്ട് തന്നെയാണ് പൊളിക്കുന്നത് കേസ്. അമ്മ പറയുന്നുണ്ട് പോയിട്ട് നമ്മുടെ കത്രിക എടുത്തിടുന്ന് വെട്ടുക, പല്ല് നാശമാവുന്നു. എന്നാലും എനിക്ക് അങ്ങനെ പൊളിച്ചാലൊരു തൃപ്തിയുള്ളൂ. അങ്ങനെ തന്നെ അത് പൊളിച്ച് അതൊക്കെ കഴിച്ചു നോക്കട്ടെ. എനിക്ക് വറവ് അത്ര ഇഷ്ടമൊന്നുമില്ല, എന്നാലും കഴിച്ചു നോക്കുക. അങ്ങനെ ഇത് പൂരം പൊടിയൊക്കെ ഉണ്ട് കേട്ടോ, ഞങ്ങൾ തൃശ്ശൂർകാരുടെ പൂരം വറുത്തത്. അപ്പോൾ അത് നേന്ത്രപ്പഴം പുഴുങ്ങിയത് കാലത്തുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ആയിട്ട് കഴിക്കാനുള്ള പരിപാടി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പുലിക്കളിക്ക് എന്നൊക്കെ വെച്ചിട്ട് വയറൊക്കെ ഒന്ന് നിറഞ്ഞിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് വരും. പ്രേക്ഷേട്ടൻ പൂരം വറുത്തത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പ്രേക്ഷേട്ടനും കൊടുക്കുക. പ്രേട്ട ഉച്ചയ്ക്കൊന്നും ഭക്ഷണം കഴിക്കാമല്ലോ, ഉച്ചയ്ക്ക് കഴിഞ്ഞിട്ട് എത്തിയിട്ടുള്ളൂ. അങ്ങനെ അമ്മോടൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പുലിക്കളിക്ക് പോയിട്ട് അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മോട് ഞാൻ കുറേ പ്രാവശ്യം ചോദിച്ചു പോരേന്ന്. അമ്മ വരുന്നില്ല, അമ്മയ്ക്ക് അറിയേ പൂങ്കുന്നം വരെയൊക്കെ ചിലപ്പോൾ വണ്ടി പോവുള്ളൂ. അപ്പം പിന്നെ അങ്ങോട്ട് നടക്കേണ്ടി വരും, പിന്നെ അവിടെ നിൽക്കണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും അമ്മയുടെ മുട്ടും കാലിനൊരു തീരുമാനമാവും ഗൈസ്. അല്ലെങ്കിൽ തന്നെ നാളെ ഓർത്തോനെ ബുക്ക് ചെയ്ത് വെച്ചെടുക്കുക ഡോക്ടറെ കാണാനായിട്ട്. അപ്പോൾ പിന്നെ അമ്മ പറഞ്ഞു നിങ്ങൾ വെക്കോ, ഞാനില്ല, ഞാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ കിടപ്പാവും എന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ ഞങ്ങൾ പോരും കേട്ടോ. പോന്നൂർ പോയിട്ട് ചേച്ചീനെയും മക്കളെയും ഒക്കെ എടുക്കണം കേട്ടോ. അതുകൊണ്ട് ഞാനും ആദിമോനും ഒക്കെ പോവാനുള്ള പരിപാടിയില്ല. അങ്ങനെ ഞാൻ നിൽക്കുമ്പോൾ വണ്ടി ഉള്ളിലേക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വണ്ടി തിരിക്കാൻ വേണ്ടിയിട്ട് വേടം കൊടുക്കുക. അപ്പോൾ ആ നേരം കൊണ്ട് എൻ്റെ പ്രഹസനം ഇട്ടത്. അങ്ങനെ ഞങ്ങൾ ഇതേ വണ്ടിയിലൊക്കെ കയറി. ഇപ്പം ആ വണ്ടിയിൽ ഫ്രീ ആണ് ഗൈസ്. ഞാനും ആദിമോനും മാത്രമുള്ളൂ. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടക്കടക്കാവും. പിന്നെ അച്ഛന് ഒരു വയ്യായിക ക്ഷീണമൊക്കെ ഉണ്ട്. അപ്പോൾ ഫുഡൊന്നും അങ്ങനെ അത്ര കഴിക്കാൻ പറ്റുന്നില്ല. അപ്പം അച്ഛൻ ക്ഷീണമുള്ള കാരണം ഇളനീര് വാങ്ങിച്ചിട്ടാണ് ഇന്നലെയൊക്കെ കഴിച്ചത്. അപ്പം ഞാൻ വിചാരിച്ചു പോണ വഴിക്ക് അച്ഛനെ 2 ഇളനീരും വാങ്ങിച്ച് അമ്മയുടെ കൊടുക്കുക. അവരെ വിളിച്ചപ്പോൾ അവരും വന്നില്ല ഗൈസ്. അവർക്കും പുലിക്കളിക്ക് വന്നില്ല. അവരവിടെ വെയിറ്റ് ചെയ്യാൻ നിൽക്കൊക്കെ വേണ്ടേ. അപ്പോൾ അവർക്ക് വയ്യ.
ഇത്ര നേരം ഇങ്ങനെ നിൽക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആദ്യമോന് ഇളനീര് വേണമെന്ന് പറഞ്ഞിട്ട് ആദ്യമോനും ഒരു ഇളനീര് വാങ്ങിച്ചു കൊടുത്തു. അവന് ഇളനീര് കണ്ടപ്പോൾ അമ്മ ഇളനീര് എനിക്കും വന്നിട്ട് അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് ഇളനീരൊക്കെ വാങ്ങിച്ച് പർപ്പൂരും കൊടുത്ത് അങ്ങനെ തന്നെ നേരെ പോന്നൂർക്ക് പോന്നിട്ട്. അപ്പോൾ ആദ്യമോനോടെ എങ്ങനെ ഉണ്ടെന്ന് എന്ത് ചോദിച്ചാലും അപ്പം അതിന് എക്സ്പ്രഷൻ ഇട്ട് കാണിച്ചു തരും. അങ്ങനെ ഇതേ പർപ്പൂരൊക്കെ എത്തി അപ്പോൾ അത് അച്ഛൻ ബോറടിച്ച് പുറത്ത് വന്നിരിക്കുന്നുണ്ട് ടേസ്. അപ്പോൾ പണി ഇപ്പോൾ ഓണായിട്ട് ലീവാണ്. അപ്പോൾ കുറച്ച് ദിവസം ലീവ് എടുത്തിരിക്കുക, വയ്യാവയൊക്കെ മാറിയിട്ട് പോയാൽ മതി എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുന്നുണ്ട്. അച്ഛന് തീരെ വയ്യ. അപ്പോൾ ഞാൻ ഇളനീരൊക്കെ അമ്മയ്ക്ക് കൊണ്ടുകൊടുത്തപ്പോൾ അമ്മ വാന്നാ പോവാം നിങ്ങൾ പോരേ എന്നൊക്കെ പറഞ്ഞിട്ടോ. പക്ഷെ അമ്മ പറഞ്ഞു അയ്യോ ഞാനില്ലേ അവിടെ നിൽക്കണ്ട, അത്ര നേരം നിൽക്കാനൊന്നും വയ്യ, ചെറിയ കുട്ടിയല്ല ഞാൻ എന്നൊക്കെ പറയട്ടെ. അങ്ങനെ വരുമ്പോൾ സഞ്ചേട്ടൻ്റെ കുട്ടികളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അവരൊക്കെ ഇവരവിടെ ഇറങ്ങുമെന്ന് വിചാരിച്ച് ഓടി വന്നതാണെന്ന് കേട്ടോ. പാവം തോന്നുന്നു അവർ ആരും അങ്ങനെ ഇവരൊക്കെ പോകുന്ന കളിക്കല്ല. അങ്ങനെ ചന്ദ്രേട്ടൻ്റെ അടുത്ത് തുണികൾക്കും എല്ലാവർക്കും തൊട്ടടുത്ത വീട്ടിലാട്ടോ എല്ലാവർക്കും ടാറ്റൊക്കെ കൊടുന്ന് പർപ്പൂര് എത്തി. ദേ പോന്നൂര് ചേച്ചിയുടെ വീടെത്തി. ചേച്ചിയുടെ കടയിൽ ഒരാൾ പോലും ഇല്ല, ആ കാണാനില്ല. അപ്പം ഞാൻ ചോദിച്ചു ചേച്ചി ഇല്ലെന്ന്. ചേച്ചി ഉള്ളിൽ ചായ വെക്കായിരുന്നു കേട്ടോ. അങ്ങനെ ദേ നോക്കിയപ്പോൾ ദേ ആൾ ദേ പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പം ചേച്ചി ഇങ്ങോട്ട് നോക്കുമ്പോൾ നീ എല്ലായിടത്തും ഇട്ടോ ആയിട്ടുള്ളൊരു തലയാട്ടല എല്ലാം ഇട്ടോളൂ കേട്ടോ ദുഷ്ടേ എന്നൊക്കെ പറയുന്നുണ്ട് തന്നെ. അങ്ങനെ അമൽമോ ഇവിടെ ആയിരുന്നല്ലോ. അപ്പോൾ ഇന്നലെ ഇട്ട ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയിടാൻ പോവാണ് കേട്ടോ. ദേ ആദ്യമോനും അനയുട്ടനൊക്കെ ഡ്രസ്സ് മാറി സെറ്റായിട്ടുണ്ട്, അമലുട്ടനും സെറ്റായിട്ടുണ്ട്. ഇനി കുഞ്ഞൂസും ഇവിടെ ആരാധ്യമോൾക്ക് നമ്മൾ കൊണ്ടുപോയി ഡ്രസ്സ് ഇട്ടിട്ട് വേണം റെഡിയാവാം. അപ്പോഴേക്കും അനയുട്ടൻ നമ്മുടെ ജീരക സോഡയും ഇതൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേ ആദ്യക്കുട്ടനും വലിയ ആദ്യം സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇവനായിട്ട് ഞങ്ങളടുത്ത ഏറ്റവും വലിയ കുട്ടി, ഏറ്റവും ആദ്യത്തെ ഞങ്ങളടുത്ത കുട്ടി. അങ്ങനെ ഇത് ആരാധ്യമോളും നമ്മൾ കൊണ്ടുപോയി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല സൂപ്പറായിട്ടില്ലേ ഗൈസ്. ഇത്രയോ ചെറിയൊരു വില 260 രൂപയായിട്ട് വരുന്നുള്ളൂ. പക്ഷെ നല്ല രസമുണ്ട്. ഞാൻ ലൂസാവണം എന്നൊക്കെ വിചാരിച്ചു, പക്ഷെ ലൂസൊന്നും ഇല്ല കേട്ടോ. നല്ല സെറ്റായിരുന്നു. ആരാധ്യക്ക് നല്ല ഉള്ളൊരു കളറും ആരാധ്യയുടെ കോസ്റ്റ്യൂംസ് ഒരു സെറ്റായിരുന്നു കേട്ടോ. അങ്ങനെ ഇത് ചേച്ചിയും റെഡി ആയിട്ട് വന്നു കേട്ടോ. അവൾ റെഡിയായി വരാൻ സമയം എടുക്കും ചേച്ചി. ബിസിനസ് ആകുമ്പോൾ നേരം ഉണ്ടാവില്ല. ബിസിനസ് എന്ന് പറയാൻ ചെറിയൊരു കട, ചെറിയൊരു ഷോപ്പാണ് കേട്ടോ. കേക്കിൻ്റെയും പലചരക്കൊക്കെ ആയിട്ട് അവളെ കൊണ്ട് ഒരു കച്ചവടത്തിലുള്ള ചെറിയൊരു ഷോപ്പാട്ടോ. അപ്പം ഞാൻ വേഗം ഇറങ്ങി. ഞാൻ ഇറങ്ങിയാൽ എൻ്റെ പിന്നാലെ എല്ലാവരും ഇറങ്ങില്ലേ. അങ്ങനെ ഇത് ഞങ്ങളെല്ലാവരും കൂടി ഓട്ടോയിൽ പോവാട്ടോ. കാർ എടുത്തില്ല. കാർ എടുത്തു കഴിഞ്ഞാൽ എവിടേക്കോ പാർക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. അങ്ങനെ ഇത് തിരുവമ്പാടിയൊക്കെ എത്തി. ഓട്ടോറിക്ഷ നമുക്ക് എവിടെയും പാർക്ക് ചെയ്യും. അങ്ങനെ തിരുവമ്പാടി ആ ഭാഗത്തേക്കൊക്കെ ആ ഭാഗം വെറുതെ വണ്ടി പോയിട്ടുണ്ട്. അതിൻ്റെ ആ പാർക്കിങ്ങിൽ തന്നെ ഇടേണ്ട വന്നു ഞങ്ങൾക്ക്. അവിടെ ഇട്ടിട്ട് ഞങ്ങൾ നടക്കണം കേട്ടോ ഗൈസ്. അങ്ങോട്ട് റൗണ്ടിലേക്ക് ഇങ്ങനെ നടക്കുക. അപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് കൊട്ടൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ നല്ല വെയിലത്ത് വരണമെന്ന് വെച്ചാൽ കുറച്ചൊന്ന് വെയിൽ ആറിയിട്ട് വന്നിട്ട് അപ്പോഴേക്കും പ്രേക്ഷകന് ആളുകളുടെ തിരക്ക് കാണുമ്പോൾ തന്നെ ടെൻഷനായി തുടങ്ങും. അപ്പോൾ ആദ്യമോ ഇങ്ങോട്ട് അച്ഛൻ പിടിച്ചോളാം എന്നിട്ട്. അപ്പോൾ ഓരോരുത്തർ പിടിച്ചോളാം എന്ന് പറഞ്ഞിട്ട്. കാരണം ഇങ്ങനെ എന്തെങ്കിലും മിസ്സായി കഴിഞ്ഞാൽ ആദ്യമോനോട് പ്രേക്ഷകൻ ചോദിക്കും അമ്മയുടെ നമ്പർ അച്ഛൻ്റെ നമ്പറൊക്കെ ഇല്ലേ, ഞാൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ ആ നമ്പറിൽ വിളിക്കാട്ടാ എന്നൊക്കെ പറയട്ടെ. അറിയാം. ഇപ്പോൾ ഒരു സെറ്റിൻ്റെ ഒക്കെ ഇതേ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ കാര്യം. നല്ല സെറ്റായിട്ട് വരുന്നുണ്ട്. ഞങ്ങളുടെ പുലിക്കളി ഇതേ തുടങ്ങിയിട്ട് തൃശ്ശൂർ ഇതേ പുലി ഇറങ്ങി ഗായ്സ്. ഞങ്ങളുടെ ഓണസമാപനമാണ് ഇന്നത്തെ ഈ രാത്രി കൂടി കഴിഞ്ഞാലാണ് ഞങ്ങളുടെ ഓണം കഴിഞ്ഞു എന്നൊരു ഫീല് ഞങ്ങൾക്ക് വരുള്ളൂ കേട്ടോ. ഞങ്ങൾ തൃശ്ശൂർ ഗടികൾക്ക് ഇതൊക്കെ തന്നെയാണ് ഗായ്സ്. ഒരു ആഘോഷം, ഞങ്ങളുടെ ഒരു എനർജിയും ഇതാണ് കേട്ടോ. അങ്ങനെ ഇത് ആദ്യമോനെ പ്രേക്ഷേട്ടൻ തലയിലെടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം കാണാനില്ല, ആദ്യക്കുട്ടനെ ഏറ്റവും അടിയിലിരിക്കുമ്പോൾ കാണാനില്ല. അങ്ങനെ ഇതേ ഒരു സെറ്റും 2 സെറ്റ് ഇതേ ഒരു പുലിയുടെ സെറ്റ് വേഗം പോയി. അപ്പോൾ അടുത്ത ആ പുലി ഓടുക കേട്ടോ, മറ്റേ അവരുടെ സെറ്റിൻ്റെ അവിടേക്ക് ഓടുക. അങ്ങനത്തെ നമ്മുടെ ഇതൊക്കെ ഉണ്ട് കേട്ടോ, ചെണ്ടമേളം ഒക്കെ ഉണ്ട് കേട്ടോ. ഒരു വൈബ് തന്നെയാണ് കേട്ടോ. കുറച്ച് നേരം നമുക്ക് വയസ്സായവർക്കൊക്കെ ഇങ്ങനെ ഇത്ര നേരം ഇങ്ങനെ നിൽക്കണ്ടേ, അടുത്ത സെറ്റ് വരുന്നവരൊക്കെ ഇങ്ങനെ നിൽക്കണേ. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ ഇരിക്കുക, സ്പേസ് ഇങ്ങനെ ഇരിക്കാൻ ഇങ്ങനെ കസേര ഇട്ടോടൊക്കെ അങ്ങനെ പറ്റൂലല്ലോ, റൗണ്ടിലല്ലേ. അപ്പോൾ ഇത് അടുത്ത സെറ്റിൻ്റെ വരുന്നില്ല. അടുത്ത സെറ്റിൽ ആ ശില്പങ്ങളെ പോലെ നിൽക്കണതൊക്കെ മനുഷ്യന്മാർ തന്നെയാട്ടാ ഗൈസ്. വലിയ പുലിട്ടാ, തൃശ്ശൂരത്തെ വലിയ പുലി ഇതേ പോണിട്ടാ. അതെ കരിമ്പുലിയും ഒക്കെ അതേ പോണുണ്ട് കേട്ടോ. ആ ശില്പങ്ങൾ പോലെ നിൽക്കണതൊക്കെ മനുഷ്യന്മാരായിട്ടോ. അവർക്കൊക്കെ ചെറിയ ചിരിയുണ്ട് കേട്ടോ ഗൈസ്. നമുക്ക് തോന്നും ഇങ്ങനെ സ്റ്റാച്യു പോലെയാണ്, സ്റ്റാച്യു ഒന്നല്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ ഇങ്ങനെ 2-3 സെറ്റിൻ്റെ ഒക്കെ കണ്ടു കേട്ടാ. പിന്നെ ഒരു സസ്പെൻസ് ഉണ്ട് കേട്ടാ. ഇതേ ഇതിലുള്ളൊരു ഗാനമേളയൊക്കെ നടക്കുന്നുണ്ട് ഗൈസ്. 7 മണിക്ക് തുടങ്ങും. ആരുടെയാണെന്നറിയണ്ടേ? സിദ്ധാർത്ഥ് മേനോൻ. അപ്പോൾ കുറച്ചും കൂടി കണ്ടിട്ട് അങ്ങോട്ട് പോവാമെന്ന് വെച്ചാൽ കുറച്ചും കൂടി ഇരുട്ടായിട്ട് പോവാം. അപ്പോൾ ഇത് പലതരം പുലികളാണ് ഇട്ട് ഇറങ്ങിയിട്ടുള്ളത്.
വയറുള്ള നല്ല പുലികളുണ്ട്, കളിക്കണ പുലികളുണ്ട്. അങ്ങനെ പല പല സെറ്റിൻ്റെയാണ് ഇട്ടിട്ട് ഇങ്ങനെ പല പല ദേശത്തിൻ്റെ. തൃശ്ശൂർ പൂരം ഇങ്ങനെ നടക്കും, അതേപോലെ തന്നെ ഓരോ ദേശത്തിൻ്റെ ഉണ്ട് അങ്ങനെ പുലികൾ. അപ്പോൾ പുലികളൊക്കെ നമ്മുടെ മുഖത്തേക്കൊക്കെ നോക്കിയിട്ട് ശരിക്കും അവർ അടുത്ത് മുറുക്കണിട്ട് അവിടെ. അപ്പോൾ നമുക്കിങ്ങനെ കോരിത്തരിക്കിട്ട അവരിങ്ങനെ ആ പുലികളിങ്ങനെ ഇതാവണം. ആരെങ്കിലുമൊക്കെ പുലിക്കളിയൊക്കെ തൃശ്ശൂരത്തെ പുലിക്കളിയൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ വന്നോളൂട്ടോ ഗൈസ്. ഇനി എന്തായാലും ഇക്കൊല്ലം പോയി അടുത്ത കൊല്ലം വന്നിട്ട് അങ്ങനെ ആ പുലിക്കളിയൊക്കെ ഒന്ന് കണ്ടോളൂ. അതൊക്കെ ഒരു ഞങ്ങളുടെ ഒരു വൈബാണ്. അപ്പം അതൊക്കെ ഇടയ്ക്കാണ് കണ്ട ഗൈസ്. ആ വയറൊക്കെ അങ്ങോട്ട് കുലുങ്ങണ് കണ്ട പുലിയുടെ. അങ്ങനെ പുലിക്കളിയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പല സെറ്റിൻ്റെ ഇനി വരാനുണ്ട് കേട്ടോ. റൗണ്ടിൽ കൂടെ ഇങ്ങനെ കറങ്ങും. കുറച്ചും കൂടി നൈറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലൈറ്റ് അറേഞ്ച്മെൻ്റൊക്കെ ആയിട്ടുണ്ടാവുക. അപ്പോൾ ലൈറ്റ് അറേഞ്ച്മെൻറ്റും കൂടി ആകുമ്പോൾ നല്ല രസമുണ്ടാവും. പക്ഷേ സിദ്ധാർത്ഥ് മേനോൻ്റെ ഗാനങ്ങൾ ഉള്ളിൽ നടക്കുന്നത് 7 മണിക്ക്. അപ്പം അതിന് ശേഷം ഇവിടെ നിൽക്കാനുള്ള ഒരിതില്ല. അപ്പം അതുവരെ പുലിക്കളി നന്നായി നമുക്ക് നിന്ന് ആസ്വദിച്ചിട്ട് അതിന് ശേഷം നമുക്ക് ഉള്ളിലേക്ക് പോവാം എന്ന് വിചാരിച്ച് നിൽക്കണം. ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഉള്ളിലൊരു ഹട്ട് പോലെ വലുതാക്കി ഹട്ട് പോലെ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലാണ് പരിപാടി. അതിൻ്റെ ഉള്ളിൽ ട്രോഫീസൊക്കെ വെച്ചിട്ടുള്ളത്. അതായത് പുലിക്കളിയിൽ ഫസ്റ്റ് കിട്ടുന്നവർക്കൊക്കെ ട്രോഫിയും കാര്യങ്ങളൊക്കെ കളക്ടറും നമ്മൾ സുരേഷ് ഗോപി അവരൊക്കെ വരും. ഫസ്റ്റ് കിട്ടുന്നവർക്ക് സമ്മാനമൊക്കെ ഇങ്ങനെ ഇതാക്കിയിട്ടുണ്ട്. കണ്ട പുലിയല്ലാതെ ആരെങ്കിലും പറയാം. ഞങ്ങളുടെ പുലിക്കളെ കണ്ട കഴിച്ചോണ കുട്ടികളെ കണ്ടാ തൃശ്ശൂരത്തെ. അങ്ങനെ പുലിക്കളിയൊക്കെ നടക്കുമ്പോൾ ഞങ്ങളോടൊക്കെ സൈഡ് മാറാൻ പറയാനിട്ടോ. കാരണം വണ്ടി സ്റ്റാറ്റ്യൂസ് ഉണ്ടല്ലോ കുറേ കണ്ടില്ല, അതുപോലത്തെ അതേ അടുത്ത ഗാങ്ങിൻ്റെ ഇതാണ് കേട്ടത്. ഇത് നോക്കിയ ഗൈസ് സൂപ്പറായിട്ട് കേട്ടോ. ഒരു ഫിഷിൻ്റെ രൂപത്തിൽ ഇങ്ങനെ ഇതാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലും പുലിയായിട്ട് സൂപ്പറായിട്ട് മുകളിലും ഉണ്ട് കേട്ടോ പുലികളൊക്കെ ഇങ്ങനെ അത്രയും ഉഷാറായിട്ട് ആ കണ്ണിലേക്കൊക്കെ കൊണ്ട് നോക്കിയേ. കറക്റ്റ് അത്രയും ഇതിലാണ് കേട്ടോ ആ പുലിയുടെ രൂപത്തിലാണ് സെറ്റാക്കിയിട്ടുള്ളത്. കാരണം ഇത് എത്ര നാളത്തെ കഷ്ടപ്പാടാവും നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ. ഇത്രയും സെറ്റിൽ ഇതേ ഈ രീതിക്കൊക്കെ ഇതങ്ങനെ ആക്കി വരണമെങ്കിൽ നമ്മൾ എന്തോരം ദിവസത്തെ എത്ര പേരുടെ കഷ്ടപ്പാടാണ് നമ്മൾ ആ കണ്ട് ആസ്വദിക്കാൻ. ഞങ്ങൾ തൃശ്ശൂർക്കാർക്കായാലും പുറത്തുള്ളവർക്കായാലും ഒക്കെ ആസ്വദിക്കാനായിട്ട് ഇത്രയും ഭംഗിയിൽ കണ്ട ഗൈസ്. എന്താണ് ഇതിൻ്റെ ഭംഗി! ഇവിടെ നിന്ന് നോക്കിയേ, ആ മീനിൻ്റെ ഒരു ചെതമ്പൽ പോലെ കാണിച്ചുള്ളതൊക്കെ കാണാൻ നാച്ചുറലായിട്ട് അത്രയും സൂപ്പറായിട്ടുണ്ട്. അപ്പം അതിന് മുമ്പ് ഞാൻ അടുത്തൊന്നും വരുമ്പോൾ ഞാൻ ഇതെടുക്കാണ്ട് അതിൻ്റെ അടുത്ത് കിണറ്റാക്കണം. അങ്ങനെ ഇതേ അടുത്ത ടീമിൻ്റെ വന്നിട്ട് അതും സൂപ്പറായിരുന്നു കേട്ടോ. 2 പേരിങ്ങനെ നിന്നിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നല്ല സൂപ്പറായിട്ട് ഇതുണ്ടായിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഇപ്പം കണ്ട രാത്രി ആവാറായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇങ്ങനെ ഇരുട്ടൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഇരുട്ടായി കഴിയുമ്പോഴേക്കും 7 മണി ആകുമ്പോഴേക്കും സിദ്ധാർത്ഥ് മേനോൻ എത്തും. അപ്പം അപ്പയ്ക്കും ഉള്ളിലേക്കൊക്കെ പോവാം എന്ന് വിചാരിച്ചിരിക്കണ്ട. കുതിരയൊക്കെ നോക്കിയ ഗൈസ് സൂപ്പറായിട്ടില്ലേ, അത്രയും ഇതായിട്ട്. അതിന് ശേഷം ഇതേ ഒരു കുട്ടികളുടെയൊക്കെ ഒരു ഇതാണ് കേട്ടോ. 3 കുട്ടികൾ സ്കൂൾ യൂണിഫോമിലും അങ്ങനെ ആ ഒരു തീമിലാണ് അടുത്തത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അമ്മ കുറച്ച് സെറ്റൊക്കെ ഞാൻ കണ്ട ശേഷം ഞങ്ങൾക്ക് ആ കുട്ടികൾക്കൊക്കെ ദാഹിച്ചു തുടങ്ങി. അപ്പം സംഭാരം അതൊക്കെ മൈതാനത്ത് തേക്കിൻകാട് മൈതാനത്തിനുള്ളിൽ കയറി കിട്ടുന്നത് ഇതുപോലെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ദേ സമ്മാനങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടുള്ള കണ്ട പുലിക്കളിയുടെ ഫസ്റ്റിനും ഏറ്റവും നല്ല പുലിക്കുള്ളതും അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇത് സെറ്റാക്കി വെച്ചിട്ടുള്ളത്. ദേ ഇതുമ്മളാണ് കേട്ടോ നമ്മുടെ സിദ്ധാർത്ഥ് മേനോൻ എടുന്ന് അങ്ങോട്ട് കസർത്താൻ പോണത്. അങ്ങനെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യണ്. എത്ര ഇപ്പം അടുത്ത് നമ്മുടെ തൃശ്ശൂർ റൗണ്ട് വാഴയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും. തൃശ്ശൂർക്കാരെല്ലാവരും അഭിമാനത്തോടു കൂടി ഇരിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. അങ്ങനെ നമ്മുടെ തൃശ്ശൂരിലേക്ക് ലോകം കണ്ണു നട്ടിരിക്കുന്ന ആ ഒരു ദിവസം നമ്മൾ ഇവിടെ ഒരുപാട് പരിപാടികൾ നിങ്ങൾക്കായിട്ട് കഴിഞ്ഞ 5 ദിവസങ്ങളായിട്ട് ഒരുക്കുന്നുണ്ടായിരുന്നു. അത് കാണാനും ആസ്വദിക്കാനായിട്ട് ഒരുപാട് പേര് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും നന്ദി പറയാണ്. കഴിഞ്ഞ 5 ദിവസം നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ. അതുപോലെ നമ്മുടെ മമ്മൂക്കയുടെ പിറന്നാളായിരുന്നില്ലേ ആ ദിവസം. അപ്പോൾ പിറന്നാളായതുകൊണ്ട് ഇതൊക്കെ ഉണ്ടായിരുന്നു. ഒരു ട്രിബ്യൂട്ട് പോലെ അവിടെ മമ്മൂട്ടിക്കായിട്ട് ഒരു ആൽബം ഇറക്കിയതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് യൂട്യൂബിലൊക്കെ ഉണ്ടെന്ന് അവർ പറഞ്ഞു കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെറിയ ക്ലിപ്സാണ് കേട്ടോ. അത് നമ്മുടെ മമ്മൂക്കയുടെ എല്ലാ ഫിലിംസും വെച്ചിട്ട് ഉള്ളൊരു ഇതായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് മമ്മൂട്ടിയുടെ എല്ലാ രൂപങ്ങൾ കാണുമ്പോഴും നമുക്ക് ഏത് സിനിമയിലാന്നുള്ളത് നമുക്ക് പറയാതെ തന്നെ നമുക്കത് ഗ്രാസ്പ് ചെയ്യാൻ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അത്രയും ഇതിൽ എല്ലാ ഭാവങ്ങളും കാണുമ്പോൾ കരഞ്ഞു പോയി ഗൈസ്. കാരണം എല്ലാ രീതിക്കും അവരുടെ ആ മാറ്റങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ ഇവരൊക്കെ മഹാനടൻ തന്നെ പറയേണ്ടി വരില്ല ഗൈസ്.
അത്രയും ഇതുള്ളൊരു നടനല്ലേ നമ്മുടെ മമ്മൂക്ക, മോഹൻലാലൊക്കെ. അപ്പോൾ അവരുടെയൊക്കെ മമ്മൂക്കയുടെ പിറന്നാളായ കാരണം മമ്മൂക്കയ്ക്കുള്ളൊരു ആയിട്ടാണ് കേട്ടോ ഇങ്ങനൊരു ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശരീരം കോരിത്തരിക്കുകയായിരുന്നു കേട്ടോ. നമ്മുടെ അത്രയ്ക്കും നമുക്കൊരു നമ്മുടെയൊക്കെ ഒരു ഹരമായിരുന്നു ഒരു കാലത്ത് അല്ലേ. എല്ലാവരും ഏറ്റു പാടിയിരുന്ന പാട്ടുകളായിരുന്നു തൈക്കുടത്തിൻ്റെത്. ഇപ്പോഴും അതെ, അല്ലാന്നല്ല. അങ്ങനെ സിദ്ധാർത്ഥ് മേനോൻ വന്നത് പൊളിക്കുണ്ട് ഗായ്സ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഗായകനും നടനും ഒക്കെ ആയിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഇയാളെ. അത്രയും സൂപ്പറായിരുന്നു കേട്ടോ. നമുക്ക് അവിടെ ഇരുന്നിട്ടേ അത്രയും ഓണത്തിൻ്റെ ഒരു വൈബ് കിട്ടിയത് ഈ പാട്ടുകളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോഴാണ് ഗായ്സ്. ഞങ്ങളുടെ അടുത്തൊക്കെ വന്നിട്ട് അത്രയും സൂപ്പറായിട്ടാണ് സിദ്ധാർത്ഥ് മേനോൻ പാട്ട് പാടിയിടുന്നതും ഒക്കെ കേട്ടോ. അവൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം അത്രയും സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു പാട്ടുകാരനും നടനുമായിരുന്നു കേട്ടോ. നമ്മൾ ഫിലിംസിലൊക്കെ കണ്ട് അവനെ നമ്മൾക്ക് ഫാനായി വെച്ചത് അത്രയും അഭിമാനത്തോടു കൂടി ഞാൻ അവനെ ഫാനാക്കിയത് അത്രയും എനിക്ക് ഇഷ്ടമായിട്ടോ. കാരണം അവൻ്റെ ക്യാരക്ടറും അവൻ്റെ സംസാരമൊക്കെ നമുക്ക് അത്രയും ഇഷ്ടമാവും. കാരണം അത്രയും ഒരു പാവം, അത്രയും നല്ലൊരു ക്വാളിറ്റി ക്യാരക്ടറുള്ള ഒരാളായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ ഇറങ്ങിയിട്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങി, പിള്ളേഴ്സൊക്കെ ഉള്ളതല്ല. അപ്പോൾ അതേ പൂരനഗരി, തൃശ്ശൂർ പൂരത്തിൻ്റെ നഗരി, അതായത് തേക്കിൻകാട് മൈതാനം, ഇതേ പുലികളൊക്കെ ഇറങ്ങി പുലികളിറങ്ങി ഇതേ തിമിർത്താടിയ ഞങ്ങളെ തേക്കിൻകാട് മൈതാനത്തിൽ കൂടെ ഞങ്ങളിത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അതേ അവിടെയൊക്കെ ലൈറ്റ് അറേഞ്ച്മെൻറ്റും ഒക്കെ ചെയ്തിട്ട് ഇരിക്കാനായിട്ട്. അതേ പുലികളൊക്കെ ക്ഷീണമായിട്ടാണ് ഗൈസ്. പുലികൾക്കൊക്കെ പുലികളൊക്കെ പോയി ക്ഷീണമായിട്ട് എല്ലാം കഴിഞ്ഞ് പോകുമ്പോഴും അവരുടെ ആ വൈബ് പോയിട്ടില്ല കേട്ടോ ഗൈസ്. എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ അവർ സെറ്റായിട്ട് തന്നെയാണ് അവർ പോണത്. അവർക്കൊക്കെ അതേ കളിച്ചിട്ടേ ഞങ്ങളുടെ അവിടുത്തെ സൂപ്പർ പുലിയായിരുന്നു കേട്ടോ ഇത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നു ഗൈസ്. ഓക്കെ ഗായ്.